ധന്യമായ തിരുനാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 121 അതിൻ്റെ 1-ാം വാക്യപ്രകാരം പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, എന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. യഹോവൻ്റെ പരിപാലകൻ, യഹോവൻ്റെ വലതുഭാഗത്ത് എനിക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം എന്നെ പരിപാലിക്കും. യഹോവ എൻ്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ എത്ര ശ്രേഷ്ഠമായ സംരക്ഷണമുള്ളൊരു വാഗ്ദത്ത വാക്യമാണിത്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, കർത്താവ് പറയുന്നുണ്ട്, നമ്മളെ എവിടെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഏത് കൂരയിലായാലും അല്ലെങ്കിൽ ഏത് കൽത്തുറുങ്കിലായാലും അല്ലെങ്കിൽ ഏത് പ്രതിസന്ധി ആകട്ടെ, ഒന്നുകിൽ നിനക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ലെന്ന് നീ വിചാരിക്കുന്ന സാമ്പത്തിക മേഖലയാകട്ടെ, ദൈവം അതിൽ നിന്നെല്ലാം നിന്നെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ദൈവം ശക്തനാണ്. നീ ചെയ്യേണ്ട ഒരു കാര്യം, നിൻ്റെ കണ്ണ് ആ പർവ്വതത്തിലേക്ക്, ഹല്ലേലൂയ, നിനക്ക് രക്ഷ വരുന്ന, നിനക്ക് സഹായം വരുന്ന കർത്താവാകുന്ന പർവ്വതത്തിലേക്ക് നീ ഉയരത്തിലേക്കൊന്ന് നിൻ്റെ കണ്ണ് നോക്കുവാൻ നീ തയ്യാറായാൽ നിനക്ക് സഹായമയപ്പാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അവിടുത്തെ കരങ്ങളിൽ ഹല്ലേലൂയ നിൻ്റെ പ്രാണൻ, ഹല്ലേലൂയ നിൻ്റെ ഗമനം, നിൻ്റെ ആഗമനം എല്ലാം ഹല്ലേലൂയ സുരക്ഷിതമാണെന്ന് കർത്താവിൻ്റെ വചനം ഇന്ന് കാലം നമ്മളെ ഓർപ്പിക്കുക. നമ്മൾ ഈ ജീവിതത്തിലെ പല പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ മനുഷ്യരിൽ ആശ്രയിച്ച് പലരോടും സഹായം ചോദിക്കും. ഹല്ലേലൂയ. അവർ നമ്മളെ സഹായിക്കത്തില്ലെന്ന് മാത്രമല്ല, അവർ നമ്മളെ മാനസികമായി തളർത്തുവാനായിട്ട് ഇടയാകും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നീ കർത്താവിങ്കിലേക്ക് ആശ്രയിക്കാമെങ്കിൽ, ദൈവത്തിങ്കിലേക്ക് നീ നോക്കുവാൻ തയ്യാറായാൽ, ആ പർവ്വതം, ആ രക്ഷ തരുന്ന പർവ്വതത്തിലേക്ക് നിൻ്റെ കണ്ണുകളെ നീ ഉയർത്തി, അപ്പാ എന്നെ ഒന്ന് സഹായിക്കണമേ, എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ തരണമേ എന്ന് ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, വെട്ടുകിളിയും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ നിനക്ക് മടക്കി തരുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ കർത്താവ് മടക്കി തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ സഹോദരങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തോട് ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഹല്ലേലൂയ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ കർത്താവിൻ്റെ കൃപയ്ക്കായി അപേക്ഷിച്ചിട്ട് ദൈവത്തോട് പറയാമോ, ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് സഹായിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് അങ്ങല്ലാതെ വേറെ ആരും ഇല്ല കേട്ടോ, അങ്ങേ വിട്ടിട്ട് എനിക്ക് എങ്ങും പോവാൻ കഴിയത്തില്ല കർത്താവേ, എന്നെ സഹായിക്കേണ്ടത് അങ്ങ് മാത്രമാണ്, അങ്ങ് എനിക്ക് വേണ്ടി വഴി തുറന്നില്ല, ഞാൻ എന്ത് ചെയ്യും അപ്പാ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആ പാദപീഠത്തിങ്കിലേക്കൊന്ന് തിരിയുവാൻ നീ തയ്യാറായാൽ ദൈവത്തിൻ്റെ മഹത്വം ഈ ദിവസങ്ങളിൽ നീ കാണും. ഹല്ലേലൂയ നീ പ്രതീക്ഷിക്കാത്ത നന്മകൾ നിന്നെ തേടി വരും. ഹല്ലേലൂയ ദൈവമഹത്വം നിന്നെ ചുറ്റി